ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉത്രാട ദിവസത്തിലെ വീഡിയോ ആണ് കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് ഉത്രാട പാച്ചിലെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പാച്ചിൽ കാണുന്നത്. നമ്മൾ പുനലൂർ ടൗണിലേക്ക് ഉത്രാടത്തിൻ്റെ അന്ന് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത്. അത് ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ഉള്ളൂ. കുറച്ച് ഇരുട്ടി കഴിഞ്ഞാലും കുറച്ച് രാവിലെ ഒന്നും അത്രയും തിരക്കില്ല കേട്ടോ. ഒരു ഈവനിങ് ടൈമിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് എല്ലാവരും ഈ ഒരു ഉത്രാടപ്പാച്ചിൽ കാണാൻ വേണ്ടിയിട്ട് വരുന്നവരും ഉണ്ട് കേട്ടോ. അതിൽ ജാതി മത ഭേദമന്യേ മനുഷ്യരെല്ലാവരും ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ പിറ്റേന്ന് നബിദിനം കൂടെ ആയതുകൊണ്ട് നബിദിനത്തിൻ്റെ പ്രോഗ്രാമിന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അതിന് വേണ്ടിയിട്ടാട്ടോ പോയത്. റിസ്മോന് ഒരു വൈറ്റ് ഷർട്ട് വേണമായിരുന്നു. പിന്നെ റിസ്മോന് പുനലൂർ ഫെസ്റ്റ് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയത്. പക്ഷേ ഞങ്ങൾക്ക് ഷർട്ട് തിരക്കി പല പല കടകളിൽ കയറിയത് കൊണ്ട് തന്നെ ഫെസ്റ്റിന് കയറാനുള്ള ടൈം കിട്ടിയില്ല. അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ തപ്പി പിടിച്ച ഒരു ഷർട്ട് കിട്ടിയിട്ടുണ്ട് റിസ്മോന് പറഞ്ഞ മാതിരിയുള്ളത്. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ടീഷർട്ടാണ് നോക്കി വന്നത്. എന്നാലും പിന്നെ തൽക്കാലത്തേക്ക് ഇത് മതിയെന്ന് തിരക്കിയിട്ട് സമയം കളയാനില്ല എന്ന് വെച്ചിട്ട് കിട്ടിയത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അവന് ട്രയൽ റൂമിൽ പോകണമെന്ന് പറഞ്ഞു. ട്രയൽ റൂം ഫുള്ള് ബിസിയാണ്, അവിടെ തിരക്കൊഴിഞ്ഞിട്ടുള്ള ടൈമേ ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഷർട്ടിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇട്ട് നോക്കിയാൽ മതി, നമുക്ക് ജസ്റ്റ് അളവെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ പാകമാണെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കാണ് ഗൈസ് ഭയങ്കരമായ ഒരു ക്യൂ ആണ് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു ഷർട്ടിന് വേണ്ടി അത്രയും നേരം ക്യൂ നിന്ന് ഇറങ്ങി പിന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ വന്ന് നിന്നു. അവിടെയും ഉണ്ട് നല്ല ഒരു തിരക്ക്. അപ്പം നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് ബില്ല് കൊണ്ട് കൊടുത്തിട്ട് സാധനം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ റഷ് ഉണ്ട്. നോക്കിയപ്പം ടെക്സ്റ്റൈൽസ് നിറയെ ആളുകളാണ് കേട്ടോ. റിസ്മോന് സത്യം പറഞ്ഞാൽ നിൽക്കാൻ തന്നെ ഇടയില്ല. റിസ്മോൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ ഇടയിൽ നിന്നിട്ട് പേസ്റ്റ് ആവാറായി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അവന് സമയമൊന്നും നോക്കണ്ട, അവന് ഫെസ്റ്റിന് പോകണം എന്നുള്ളതാണ്. അതാണ് കേട്ടോ ഫേസ് ഡള്ളായിട്ടിരിക്കുന്നത്. ഫെസ്റ്റിന് കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും മെഡിക്കൽ സ്റ്റോറിലൊക്കെ കയറണമായിരുന്നു. അങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി നിന്നപ്പോഴത്തേക്കാണ് ശരിക്കും നമുക്ക് വ്യൂ കിട്ടിയത്. ഇങ്ങനെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇത്രയും ആളിനെയൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഇപ്പം സത്യത്തിൽ അവൻ കാരണമാണ് കേട്ടോ എനിക്ക് ഈ ഒരു തിരക്ക് കാണാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രൗഡ് കാണുന്നത്. ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് എന്താണ് അതിൻ്റെ ഇടയ്ക്കൂടെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും സാരമില്ല, നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ വേറൊരു മെഡിക്കൽ സ്റ്റോറിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആ പൂക്കൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെഡിക്കൽ സ്റ്റോറിൽ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞായിരുന്നു. പൂവല്ലാണ്ട് വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് ക്യാഷ് ആവും. അപ്പം ക്യാഷ് ആകാത്ത രീതിയിൽ അവർ കളക്ട് ചെയ്ത കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇതിൻ്റെ ഈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ആർക്കാന്ന് ചോദിച്ചാൽ ഇവർക്കാണ് കേട്ടോ. അപ്പോൾ ഇവർ റിസ്മോൻ്റെ ഫ്രണ്ട്സാണ്. ദഫ്മുട്ട് കോൽക്കളി ഇതൊക്കെ നബിദിനത്തിലേക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ തീരെ സമയമില്ലല്ലോ, ആകെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. പിറ്റേന്ന് ഓണം ആയതുകൊണ്ട് തന്നെ അന്നേരം പ്രാക്ടീസ് ഒന്നും നടക്കത്തില്ല എന്ന് വെച്ചിട്ട് തന്നെ അവരങ്ങനെ നൈറ്റ് വൈകിട്ടും പ്രാക്ടീസ് ചെയ്യുകയാണ്. എല്ലാവരും ഏകദേശം അടുത്തൊക്കെ ഉള്ള പിള്ളേർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉത്രാട പാച്ചിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.